ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ഇന്ന് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാനും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയില്ലായിരിക്കും. കാരണം എനിക്ക് 2 ആൺകുട്ടികളാണ് കേട്ടോ ഉള്ളത്. 2 ആൺകുട്ടികളാണ്. അപ്പം മൂത്ത ആൾക്ക് 3.5 വയസ്സായി, രണ്ടാമത്തെ ആൾക്ക് 1.5 വയസ്സായി. അപ്പോൾ ഈ ഫസ്റ്റ് ഡെലിവറിയിൽ ഉണ്ടായിരുന്ന എനിക്ക് സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസും ഒക്കെയാണ് കേട്ടോ ഞാൻ ഇന്നൊരു ഡെലിവറി സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ അതാ നമുക്ക് നമ്മുടെ ഡെലിവറി സ്റ്റോറിയിലോട്ട് പോകാം. അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, പലർക്കും പല രീതിയിലുള്ള ഡെലിവറി സ്റ്റോറി ആയിരിക്കും കേട്ടോ ഉള്ളത്. എനിക്ക് സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ പറയുന്നത്. ഇത് വെച്ചിട്ട് ആരും താരതമ്യം ചെയ്യരുത്. അപ്പം ഞാൻ ഈ ഒരു ഡെലിവറി സ്റ്റോറി പറയുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഒരു കല്യാണത്തിന്റെ കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് പോകാം കേട്ടോ. അപ്പം 2020 ഡിസംബർ 6 കല്യാണം. അപ്പം കല്യാണം നടന്നത് കോവിഡിന്റെ ടൈമിലാണ് കേട്ടോ. ഒരു കോവിഡ് നല്ല മൂർച്ഛിച്ച് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഞങ്ങളുടെ കല്യാണം. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് 2 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ പ്രഗ്നന്റ് ആയി. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പഠിച്ചത് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പ്രഗ്നന്റ് ആയതുകൊണ്ടും കോഴ്സിന് എനിക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലാത്തത് കൊണ്ടും തന്നെ എനിക്ക് രണ്ടും ഒരേപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ പ്രഗ്നന്റ് ആയ സമയത്തും ഞാൻ കോഴ്സിന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് പോസ്റ്റിങ് OT-യിലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചുറ്റിനും ഡോക്ടർമാരായതുകൊണ്ട് എനിക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം എല്ലാം ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ അല്ലേ കൂടെ ഉള്ളത്. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഞാൻ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. എനിക്കങ്ങനെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ നടുവേദന, അതേപോലെ തന്നെ മോർണിംഗ് സിക്നസ്, വോമിറ്റിങ്, രാവിലെ ഭയങ്കര വോമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഞാൻ എന്തുവാണോ അതെല്ലാം ചെയ്യും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രകൃതമായിരുന്നു കേട്ടോ ഞാൻ. എനിക്കങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കോഴ്സും കൂടെ അതിൻ്റെ കൂടെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ എന്നെ രാവിലെ കോഴ്സിന് കൊണ്ടുവിടും, വൈകുന്നേരം വിളിച്ചുകൊണ്ട് വരും. പിന്നെ വീട്ടിലെ പണി, ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ആ സമയം. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലെ പണികളൊക്കെ ചെയ്യും, എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ എല്ലാ പണികളും ചെയ്യും കേട്ടോ. അങ്ങനെ വയ്യാതിരുന്നിട്ടൊന്നുമില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പം പഠിക്കാൻ പോകുന്നിടത്താണെങ്കിൽ എനിക്ക് പ്രഗ്നന്റ് ആണെന്നുള്ളൊരു കൺസിഡറേഷൻ തന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടങ്ങിയിരുന്നിട്ടുള്ള ഒരു പ്രകൃതം അല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ തുള്ളിച്ചാടി ഓടിച്ചാടി നടക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അന്നേരം അങ്ങനെ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കോഴ്സും ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ എൻ്റെ കസിൻ സിസ്റ്ററിന് 2ാമത്തെ പ്രാവശ്യവും കോവിഡ് വന്നത്. അപ്പോൾ കോവിഡ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സേഫ്റ്റിയിലായിരുന്നു കേട്ടോ നിന്നത്. OT-യിലാണെങ്കിലും ഹസ്ബൻഡ് ആ സമയം സിവിൽ ഡിഫൻസിലെ കോവിഡ് പേഷ്യൻസിനെയൊക്കെ മരിച്ചു പോകുന്ന ആൾക്കാരെയൊക്കെ അടക്കാനായിട്ടും അങ്ങനെയൊക്കെ പോകുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും ഭയങ്കര കെയർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളായിരുന്നു വീട്ടിൽ വന്നാലും. കാരണം ഞാൻ പ്രഗ്നന്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഞാനാണെങ്കിലും മാസ്കും ഡബിൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഗ്ലൗസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ. അതെല്ലാം നമ്മൾ നല്ല പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പ്രഗ്നന്റ് ആയ സമയത്ത് കോവിഡ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദൈവാനുഗ്രഹത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ അനിയത്തിക്ക് 2ാമത്, അതായത് എൻ്റെ കസിൻ സിസ്റ്ററിന് 2ാമത് കോവിഡ് വന്ന സമയത്താണ് കേട്ടോ ഞാൻ എൻ്റെ കോഴ്സ് അവിടെ നിന്ന് നിർത്തിയത്. അപ്പം എനിക്കൊരു 7 മാസം കഴിഞ്ഞു. എൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് 7ാം മാസം കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ടും ഒരു 2-3 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ കോഴ്സ് നിർത്തിയിട്ട്. അതുവരെ ഞാൻ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. എൻ്റെ കോഴ്സ് നിർത്തിയിട്ട് ഞാൻ പിന്നെ വീട്ടിലിരുന്നുള്ള ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അവൾക്ക് 2ാമത് കോവിഡ് ആയപ്പോൾ ഞാൻ അവളും കൂടെ ഒരുമിച്ചാണ് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ ഒരു പേടിയിൽ അപ്പം കോളേജിൽ നിന്ന് എന്നോട് പറഞ്ഞു, നീ റിസ്ക് എടുക്കണ്ട, എത്രയും 7 മാസം കഴിഞ്ഞില്ലേ, അപ്പോൾ ഇനി റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു സമയത്ത് ഞാൻ പിന്നെ കോഴ്സ് അവിടുന്ന് ഓഫ്ലൈനായിട്ടുള്ളത് നിർത്തിയിട്ട് പിന്നെ ഓൺലൈനായിട്ടുള്ള ക്ലാസ് എനിക്ക് മാഡംസ് എടുത്തു തരുമായിരുന്നു. അപ്പം അങ്ങനെ ഓൺലൈനായിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിലിരുന്ന് പിന്നെ പഠിത്തമൊക്കെ ആയിട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് സെപ്റ്റംബർ, അതായത് 2021 സെപ്റ്റംബർ 12 ആയപ്പോഴാണ് കേട്ടോ അവിടുന്ന്, അതായത് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വയറ് കാണൽ ചടങ്ങെന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് 9ാം മാസം, അപ്പോൾ 9 മാസമായി. അങ്ങനെ സെപ്റ്റംബർ 12 നമ്മുടെ വയറ് കാണൽ ചടങ്ങിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് എല്ലാവരും വന്നു. അപ്പം ആ ഒരു വയറ് കാണൽ ചടങ്ങിൻ്റെ പിറ്റേ ദിവസം, ഈ ഒരു ചടങ്ങ് വയറ് കാണൽ ചടങ്ങ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ എനിക്ക് ഡോക്ടറെ കാണേണ്ടത്. കാരണം അഡ്മിറ്റ് ആകേണ്ട കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഡോക്ടറെ കാണേണ്ടത്.
അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ 13 9ാം മാസത്തെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയത് ഞാനും അമ്മയും കൂടെ ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നോർമൽ ഡെലിവറിക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്, എനിക്ക് ഷുഗറും പ്രഷറും അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല, കുഞ്ഞിന് വെയിറ്റ് ഒക്കെ നോർമൽ വെയിറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ എന്തോ 37 ആഴ്ച എന്തോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 37 ആഴ്ചയും 5 ദിവസമൊക്കെ ആയപ്പോഴായിരുന്നു ഡെലിവറി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 37 ആഴ്ച ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ നമുക്ക് 2 ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു, അതായത് സെപ്റ്റംബർ 21 സെപ്റ്റംബർ 18, അങ്ങനെ 2 ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സെക്കൻഡ് ഇയറിലെ എക്സാം വരുന്നത് സെപ്റ്റംബർ 20 മുതലാണ് കേട്ടോ. അപ്പം ഈ 20 മുതലായതുകൊണ്ടും എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഡെലിവറി സമയം അടുത്തു. അതുമല്ല എനിക്ക് എഴുതാൻ പറ്റില്ല, കാരണം നമുക്ക് അത്ര നേരം ഇരുന്നൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യമൊക്കെ എഴുതാം എന്നുള്ള ഇതിൽ വന്നു. അപ്പോൾ പിന്നെ മാഡംസും പറഞ്ഞു സാരമില്ല, സപ്ലി എഴുതുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ സെക്കൻഡ് ഇയറിലെ എക്സാം നമുക്ക് എഴുതാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സെക്കൻഡ് ഇയറിലെ എക്സാം അന്ന് എഴുതിയില്ല കേട്ടോ, കാരണം ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട്. അപ്പം ഞാൻ സപ്ലി എഴുതിയ കൂട്ടത്തിലാണ് എൻ്റെ സെക്കൻഡ് ഇയറിലെ എക്സാം ഞാൻ എഴുതി പാസ്സായിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊരു വിഷമമായിട്ട് മനസ്സിലുണ്ടായിരുന്നു. എന്നാലും ഒരു കുഞ്ഞാവെ കിട്ടുന്നതിന്റെ ആ ഒരു സന്തോഷത്തിൽ ഞാൻ പിന്നെ എക്സാം പിന്നെ ആണെങ്കിൽ എഴുതാമല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾക്കും എഴുതാൻ പറ്റിയില്ല, കാരണം അവൾക്ക് ആ സമയത്ത് കോവിഡ് ആയിരുന്നു. അപ്പൊ അവളും കൂടെ എനിക്ക് കൂട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല സപ്ലൈ എഴുതിയത്, അപ്പൊ അവളും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എനിക്ക് എക്സാം ഒന്നും എഴുതാൻ പറ്റിയില്ല ആ ഒരു സമയത്ത്. പിന്നെ സപ്ലൈ എഴുതിയ കൂട്ടത്തിൽ ഞാൻ എഴുതി പാസ്സായി. അങ്ങനെ എൻ്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ തിരഞ്ഞെടുത്ത ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ 18 ആയിരുന്നു. ഇപ്പം സെപ്റ്റംബർ 18 എടുത്തു. അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ 17-ാം തീയതി നമ്മൾ കോവിഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, നമ്മുടെ ലാബ് ടെസ്റ്റും കോവിഡ് ടെസ്റ്റും ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ പോകണമായിരുന്നു. രാവിലെ ഞാനും അമ്മയും അതുപോലെ ഹസ്ബൻഡും കൂടെ കോവിഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. അപ്പം കോവിഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. അത് ഞങ്ങൾ വാർഡിലായിരുന്നു. അപ്പം അത് മാത്രമല്ല കോവിഡ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പേർക്ക് നമ്മളുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് നിൽക്കാം, അതുപോലെ തന്നെ ഹസ്ബൻഡിനെ നിൽക്കാം. അപ്പം ഈ അമ്മയും ഹസ്ബൻഡും ഞാനും കോവിഡ് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ എൻ്റെ കോവിഡ് ടെസ്റ്റിനുള്ളത് എടുത്തു, അമ്മയുടെ കോവിഡ് ടെസ്റ്റിനുള്ളത് എടുത്തു, ഹസ്ബൻഡിന് എടുത്തു. അപ്പം ഞങ്ങൾക്ക് അതിലൊരു പേടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഹസ്ബൻഡിന് ആ സമയം ചെറിയൊരു പനിയും ചെറിയൊരു ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ പേടി ഹസ്ബൻഡ് ഇനി കോവിഡ് പോസിറ്റീവ് ആകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഹസ്ബൻഡ് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കോവിഡ് ടെസ്റ്റിൽ എന്തോ അവർക്ക് സംശയമുണ്ട്, കോവിഡ് പോസിറ്റീവ് ആണോ എന്ന്. ഹസ്ബൻഡിനും അമ്മയ്ക്കും ഒക്കെ നെഗറ്റീവാ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എൻ്റെ ഒരു ടെസ്റ്റിൽ അവർക്കൊരു സംശയം ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ റീടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ നിപ്പിൽ തന്നെ വൈകുന്നേരം തന്നെ ഞങ്ങൾ പോയിട്ട് പിന്നെയും പോയി കോവിഡ് ടെസ്റ്റ് ചെയ്ത് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്തപ്പം എനിക്ക് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവ് ആയിരുന്നു കേട്ടോ കാണിച്ചത്. അപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു സമാധാനമായി. കാരണം കോവിഡ് പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മൾ ഡെലിവറി ആക്കുവാണെങ്കിൽ കുഞ്ഞിനെയും കാണാൻ പറ്റത്തില്ല, എനിക്കും ആരെയും കാണാൻ പറ്റത്തില്ല, എൻ്റെ അടുത്ത് ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയായി പോകത്തില്ലേ, അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാവത്തില്ല. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് പോയത്. എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, ആർക്കും കോവിഡ് പോസിറ്റീവ് ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ലാബ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത്, ഞാനൊരു 8-ാം മാസമൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഏത് സമയത്താണ് ഒരു എമർജൻസി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ ഒരു കുഞ്ഞിനുള്ള സാധനങ്ങളും എനിക്കുള്ള സാധനങ്ങളും ഒക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ 17-ാം തീയതി തലേദിവസത്തെ, അതായത് സെപ്റ്റംബർ 16-ത്തെ ടെസ്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സെപ്റ്റംബർ 17-ാം തീയതി രാവിലെ 9 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരോടും ഡാറ്റയൊക്കെ പറഞ്ഞിട്ട് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടോ. അപ്പോൾ രാവിലെ 9 മണിക്കായിരുന്നു അഡ്മിറ്റ് ആവേണ്ടത്. അവിടുന്ന് കുഞ്ഞിൻ്റെ അനക്കവും കാര്യങ്ങളും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വാർഡിലോട്ട് പോയി. അപ്പം തലേദിവസേ വന്ന് നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് അങ്ങനെ വലിയ ധൃതിയൊന്നും ഇല്ലായിരുന്നു, എല്ലാം സാവകാശം തന്നെ നടന്നു. അതുപോലെ തന്നെ ഞാൻ അവിടെ പഠിച്ചതിന്റെ കൂടെ തന്നെ എൻ്റെ അമ്മ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ വർക്ക് ചെയ്തിരുന്നത്, ANM സ്റ്റാഫായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മൾ നല്ല പരിചയമാണ്, നമുക്കും അറിയാം, ഒട്ടുമിക്ക ആൾക്കാരെ നമുക്കും അറിയാം, നമ്മളെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പൊ ചെന്ന് റൂമിലൊക്കെ വാർഡായിരുന്നു, വാർഡിൽ പോയി നമുക്ക് ബെഡും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ സെപ്റ്റംബർ 17-ാം തീയതി ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നെ കൊണ്ടുപോയി ക്ലീൻ ചെയ്തു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു വൈകുന്നേരം ഒരു 11 മണിയാകുമ്പോഴത്തേനും ലേബർ റൂമിലോട്ട് കൊണ്ടുപോകും. അപ്പൊ ലേബർ റൂമിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവിടുന്ന് ഒരു ടാബ്ലറ്റ് തരും, അത് കഴിഞ്ഞിട്ട് വെളുപ്പിനെ 4 മണിക്ക് ടാബ്ലറ്റ് തരും, അത് കഴിഞ്ഞ് നമുക്ക് എനിമയൊക്കെ വെച്ചിട്ട് അപ്പത്തേനും പെയിൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ സെപ്റ്റംബർ 17-ാം തീയതി വൈകുന്നേരം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ നേരത്തെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ നേരത്തെ കഴിച്ചിട്ട് രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും
കൊണ്ടുപോയിട്ട്. അപ്പോൾ ഈ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ ഒരു PV ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ PV ചെയ്ത സമയത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 5 പേരുണ്ടായിരുന്നു. അതിനകത്ത് ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ആള് സെപ്പറേറ്റ്, വേറെ ആളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ 5 പേരുണ്ടായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 4 പേര് മാത്രമായിരുന്നു ഒരുമിച്ചുണ്ടായിരുന്നത്. അപ്പം ഒരാളെന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്ത് എന്നോടൊരു ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചിയുടെ സെക്കൻഡ് ഡെലിവറി ആയിരുന്നു. അപ്പം എനിക്കറിയില്ലായിരുന്നു, അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ചേച്ചിയാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പള്ളിയിലച്ഛൻ്റെ വൈഫായിരുന്നു കേട്ടോ. പുള്ളിക്കാരുടെയും ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പം എൻ്റെതും ആ പുള്ളിക്കാരുടെയും പിന്നെ വേറൊരു ചേച്ചിയുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരുടെയും ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ തലേ ദിവസം PV ചെയ്യാനായിട്ട് വിളിച്ചു. PV ചെയ്ത സമയത്ത് എനിക്ക് ഡയലേഷൻ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. 3 സംതിങ് എത്ര ഡയലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ആ ഒരു സമയത്ത്. അങ്ങനെന്തോ ആണെന്ന് പറഞ്ഞു, ഞാൻ മറന്നുപോയി. അങ്ങനെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡയലേഷൻ ഉണ്ട്, കുഴപ്പമില്ല. അപ്പം ഞാൻ PV ചെയ്തപ്പോൾ എനിക്ക് പെയിനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഡയലേഷൻ ഒക്കെ ആയിട്ടുണ്ട്, നോർമൽ ഡെലിവറി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതേസമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ നല്ല പെയിൻ ആയിരുന്നു. അവരൊക്കെ ആ സമയം നല്ല നിലവിളിയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ വലിയ പെയിനൊന്നും തോന്നിയില്ല. അപ്പം OT ആയിരുന്നതുകൊണ്ട് തന്നെ എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം MBBS സ്റ്റുഡൻസും അതുപോലെ തന്നെ നമ്മുടെ നഴ്സിംഗ് സ്റ്റുഡൻസും ഒക്കെ ഞാൻ ഈ വയറൊക്കെ വെച്ചുകൊണ്ട് OT ഞാൻ ഗൈനക്കിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ആ ഒരു ഗൈനക് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഡോക്ടർ ആണെങ്കിലും ഭയങ്കര കമ്പനിയാണ് കേട്ടോ ഞാനുമായിട്ട്. ഡോക്ടറിനെ എന്നെ അറിയാം, എനിക്ക് ഡോക്ടറിനെ അറിയാം. അപ്പം നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ തലേദിവസം രാത്രി 11 മണി കഴിഞ്ഞ സമയത്ത് എന്നെ ലേബർ റൂമിലോട്ട് കയറ്റി. അപ്പം ലേബർ റൂമിൽ കയറി കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ആദ്യം ഫസ്റ്റിൽ ഒരു ബെഡിൽ സാധാരണ ഒരു ബെഡിൽ കൊണ്ട് കിടത്തി എല്ലാവരെയും. അപ്പോൾ ഞങ്ങൾ കുറച്ച് 4 പേരുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് PV ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 11:30 ആയപ്പോഴത്തേനും ഒരു ടാബ്ലറ്റ് വന്നു. ആ ഒരു ടാബ്ലറ്റ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അധികം മയങ്ങി കഴിഞ്ഞിട്ട് വെളുപ്പിന്, അതായത് സെപ്റ്റംബർ 18 തീയതി വെളുപ്പിന് 4 മണി ആയപ്പോഴത്തേനും പിന്നെ ഒരു ടാബ്ലറ്റ് വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളോട് പറഞ്ഞു ഇനി ചെറിയതായിട്ട് വേദനയൊക്കെ വരാൻ തുടങ്ങുമെന്ന്. അപ്പം എനിക്ക് അപ്പോഴത്തേനും ഹസ്ബൻഡിനെ അമ്മയൊക്കെ കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. കാരണം ഇനി എങ്ങാനും വേദന വന്നാലോ പിന്നെ അവരെ കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ രാവിലെ അവർ ചായയൊക്കെ ആയിട്ട് വരും, ചായയും പണ്ണും ഒക്കെ നമുക്ക് കഴിക്കാനൊക്കെ ഉള്ള ആ ഒരു സമയം. അപ്പം പുറത്ത് ഹസ്ബൻഡ് ഞാൻ ലേബർ റൂമിലോട്ട് കയറിയപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റത്തില്ല, വീട്ടിൽ നിന്ന് രാത്രി തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പുള്ളി ഫ്രഷായി. അങ്ങനെ ഹസ്ബൻഡും അമ്മയും കൂടെ രാവിലെ ചായയൊക്കെ ആയിട്ട് ലേബർ റൂമിന് പുറത്ത് വന്നിരുന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ലേബർ റൂമിലെ ഗൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നതും. അങ്ങനെ അകത്ത് കയറി അപ്പോൾ ഓരോരുത്തർക്കും, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും ചെറുതായിട്ട് വേദനയൊക്കെ തുടങ്ങാൻ തുടങ്ങി. എനിക്ക് വേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേദനയുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ എൻ്റെ വേദന ഒന്നും അല്ലാത്ത പോലൊരു തോന്നലുമായിരുന്നു കേട്ടോ. അങ്ങനെ ബണ്ണൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞത്തിന് എനിമ വെച്ചു. പിന്നെ എപ്പോഴും ബാത്റൂമിൽ പോകണം എന്നുള്ളൊരു ചിന്തയായി. അങ്ങനെ ബാത്റൂമിലൊക്കെ എപ്പോഴും ബാത്റൂമിൽ പോവുക വരിക. അതിൻ്റെ കൂടെ നമുക്ക് അവിടെ നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ട്, MBBS സ്റ്റുഡൻസ് ഉണ്ട്. ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്കൊക്കെ എന്നെ അറിയാവുന്നതുകൊണ്ട് കുറേ എല്ലാവരും എന്നെ ചുറ്റിനും നിൽക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും പേര് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു OT എന്നുള്ളത്. അങ്ങനെ എനിക്ക് രാവിലെ 7 മണിയായി, 8 മണിയായി, 9 മണിയായി, 10 മണിയായി. എനിക്ക് ചെറിയ രീതിയിൽ എന്തൊക്കെയോ ഒരു വേദന വരുന്ന, അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു പെയിൻ ആയിട്ടൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ആ സമയത്ത് വേദന, തലേദിവസം എൻ്റെ കൂടെ തന്നെ മെഡിസിൻ തന്നിട്ടുള്ള ഒരു ചേച്ചിയുടെ ഡെലിവറി ആയി ഉച്ചയായപ്പോഴത്തേനും. അപ്പം അതുകൂടെ കണ്ടപ്പോഴത്തേനും ഡെലിവറി ഞാൻ നേരിട്ട് കണ്ടപ്പോഴത്തേനും എൻ്റെ ബോധം പോയി. കാരണം ഞാൻ ഇതുവരെ ഡെലിവറി നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോഴത്തേനും എനിക്ക് വേദന വരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ എനിക്ക് മേഡത്തിനെ കാണുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ OT കിടന്നിട്ട് അങ്ങനെ വെള്ളം തരാൻ പറ്റാത്ത സമയത്ത് ഞാൻ കിടന്ന് ബഹളം വെച്ചപ്പോഴത്തേനും നേഴ്സിംഗ് സ്റ്റുഡൻസ് ഒക്കെ വന്ന് എനിക്ക് വെള്ളമൊക്കെ തരുകയും എനിക്കിങ്ങനെ ബുക്ക് വെച്ചിട്ട് വീശി തരുകയും അങ്ങനെ ഭയങ്കര കെയർ ആയിരുന്നു കേട്ടോ. അവർ ഭയങ്കര കെയർ ആയിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ അതുവരെ, അതായത് ആ ഒരു പകലത്തെ ഡ്യൂട്ടിക്കാർ പോയി നൈറ്റ് ഡ്യൂട്ടിക്കാർ വരുന്നിടം വരെ എനിക്ക് നോർമൽ ഡെലിവറിയുടെ ഒരു സിംറ്റംസും ഉണ്ടായിട്ടില്ലായിരുന്നു. ആ ഒരു സമയത്ത് അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് PV ഒക്കെ ചെയ്ത് നോക്കുമല്ലോ. PV ചെയ്യുന്ന സമയത്ത് ഒന്നും എനിക്ക് ഡെലിവറി ആവുന്നേ ഇല്ലായിരുന്നു. ഡയലേഷൻ ഉണ്ടായിരുന്ന ഒരാളാണ്, ഡയലേഷൻ ഉണ്ട്, പക്ഷെ ഡെലിവറിക്കുള്ള ആ ഒരു ഡയലേഷൻ ഒന്നും എനിക്ക് ആയിട്ടില്ല കേട്ടോ. അങ്ങനെ കുറേ വേദന വരുന്നുണ്ട്, പക്ഷെ ഡെലിവറി ആവാൻ പറ്റുന്നില്ല. അതായത് പ്രസവിക്കാനുള്ള ആ ഒരു പ്രസവിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്താണ് പിന്നെ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് സിസേറിയൻ മതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഒരു ഉച്ച മുതൽ ഞാൻ തുടങ്ങി സിസേറിയൻ മതി എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കാനായിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട, സിസേറിയൻ വേണ്ട, നിനക്ക് അറിയത്തില്ലേ സിസേറിയന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ അറിയത്തില്ലേ, നിനക്കും കുഞ്ഞിനും എപ്പോഴും നല്ലത് നോർമൽ ഡെലിവറി തന്നെയാണ്, അപ്പം നമുക്ക് നോർമൽ ഡെലിവറി നോക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഡോക്ടർ ഇരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല മേഡം എനിക്ക് സിസേറിയൻ മതി, എനിക്ക് പെയിൻ സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പുറത്തുനിന്ന് അമ്മയാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും അവരെ ഇടയ്ക്ക് ഡോക്ടർ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പെയിൻ വന്നും പോയി നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പം അങ്ങനെ അമ്മയാണെങ്കിൽ ഓരോ സ്റ്റാഫ് നേഴ്സും ചേച്ചിമാരെ ഇങ്ങനെ വിടും എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അവർ എന്നിട്ട് പറയാം ഞാൻ കരയുക അല്ലെങ്കിൽ ഞാനിങ്ങനെ ഉറങ്ങുക എന്നൊക്കെ ചെന്ന് പറയുമ്പോഴത്തേനും അവർക്ക് അവിടെ ഭയങ്കര ടെൻഷനാണ്, അമ്മയ്ക്കും ചേച്ചി ഹസ്ബൻഡിനും. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മൾ ഫോൺ വിളിച്ചിട്ട് എങ്ങനെ പ്രസവിച്ചോ എന്നൊക്കെ അറിയാനായിട്ട് ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ എന്താ പറയുക, അങ്ങനെ രാവിലെ കഴിഞ്ഞു, ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി. അപ്പത്തേനും എൻ്റെ കൂടെയുള്ള എല്ലാവരും പ്രസവിച്ചു. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ പ്രസവിക്കാൻ. അപ്പം ഞാൻ തലേ ദിവസം രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് കണ്ട ആൾക്കാരൊക്കെ പിറ്റേ ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് വരാൻ തുടങ്ങി കേട്ടോ. ഒരു സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു, സിസ്റ്ററൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പം ആ ഒരു സിസ്റ്റർ ഡോക്ടറായിരുന്നു. അപ്പോൾ സിസ്റ്ററൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിനക്ക് പ്രസവിക്കാൻ നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാണ്ട് പ്രസവിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു വന്നു കേട്ടോ. അപ്പോൾ ആ ലേബർ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പ്രസവിച്ച് പോയി. അപ്പം ഞാൻ അപ്പോഴും പെയിന് കൊണ്ട് ഞാൻ എന്താ പറയുക, എനിക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നു, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറയുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് BP ഒക്കെ നോർമലാണ് ആ ഒരു സമയവും. അപ്പം ലാസ്റ്റ് ഒരു രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും പിന്നെ ഹസ്ബൻഡ് കൺസെന്റ് ഒക്കെ എടുത്തു. എനിക്ക് അനസ്തേഷ്യ തന്നെ എടുക്കാം, അല്ലെ ഓപ്പറേഷൻ തന്നെ എടുക്കാം, സിസേറിയൻ തന്നെ എടുക്കാം, കാരണം എനിക്ക് നോർമൽ ഡെലിവറിക്ക് പറ്റത്തില്ല, അതിനുള്ള ഡൈലേഷൻ വന്നും പോയി നിൽക്കുകയാണ്. അതുപോലെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പിന്നെ അത്രയും നേരം ഡോക്ടർ എങ്ങനെയും നോർമൽ ഡെലിവറി നടത്താം, അതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലതെന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കി. പക്ഷെ പറ്റത്തില്ലാത്തതുകൊണ്ട് പിന്നെ ഹസ്ബൻഡിന്റെ കൺസെന്റും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നോർമൽ സിസേറിയന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ OT-യിലോട്ട് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ OT-ന്ന് ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട്, അതായത് ഞാൻ ഓഫ്ലൈൻ കോഴ്സ് കഴിഞ്ഞ് ഓൺലൈനായിട്ട് പോകുന്ന സമയത്ത് അവിടെ നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇങ്ങോട്ട് നീ സിസേറിയൻ ആയിട്ട് വന്നേക്കരുത്, ഇനി നോർമൽ ഡെലിവറിക്ക് ലേബർ റൂമിലോട്ടേ പോകാവുള്ളൂ. പക്ഷെ ആ പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരെ സിസേറിയൻ ആയിട്ടാണ് കേട്ടോ, നേരെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ഞാൻ പഠിച്ചിടത്തോട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ എന്നെ ലേബർ റൂമിൽ നിന്ന് പുറത്തിറക്കിയപ്പോഴത്തേനും ഞാൻ വെളിയിൽ വന്ന് നോക്കുമ്പം എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയൊക്കെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ കരഞ്ഞ്. അപ്പോൾ അത് ഓർമ്മ തന്നെ എനിക്ക് സങ്കടം വരും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മുടിയൊക്കെ അങ്ങ് വല്ലാതായി, 2 സൈഡിലോട്ട് ഇങ്ങനെ മുടിയൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ടൊക്കെ പോയതാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു വെപ്രാളത്തിൽ, ആ ഒരു വേദനയുടെ വെപ്രാളത്തിൽ എൻ്റെ മുടിയൊക്കെ ഒരുമാതിരിയായി, എൻ്റെ മുഖമൊക്കെ വല്ലാതായി. ഞാൻ ആകെപ്പാടെ അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ എന്നെ ഇങ്ങനെ സ്ട്രെച്ചറിൽ ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ അമ്മയും ഹസ്ബൻഡും നിൽക്കുക. അപ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകാം. രാത്രി ഒരു 8 മണിയൊക്കെ ആയി ആ സമയം. കൊണ്ടുവന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മയെ കണ്ടപ്പോഴത്തേനും അമ്മയെ എനിക്ക് ഇനി വയ്യമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേനും അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞു. അമ്മ കരഞ്ഞിട്ടപ്പോൾ ഹസ്ബൻഡ് കരഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ വന്നപ്പോഴാട്ടോ അമ്മ പറഞ്ഞത്, ഞാനിങ്ങനെ വേദന കൊണ്ട് കരയുവാന്ന് അവർ പറഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് കരച്ചില്ലായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞാൽ ഇപ്പം പുള്ളിനെ കളിയാക്കും. അപ്പം ആ ഒരു സമയത്ത് ആർക്കാണെങ്കിലും ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വരും അല്ലേ, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നല്ല ഷടപടയെന്നല്ല എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. എന്നെ ഒരു 8 മണിയായപ്പോൾ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ പുറത്തെടുത്താൽ മതി, കാരണം ഞാൻ ആ വേദന സഹിച്ച്, നോർമൽ ഡെലിവറിയുടെ വേദന സഹിക്കുന്നു, ഇനിയിപ്പോൾ സിസേറിയൻ്റെ വേദന എങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഡെലിവറി ആയാൽ മതി എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നത് തന്നെ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും എനിക്ക് ആകെ ചമ്മലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാരാണല്ലോ നമ്മുടെ സർജറിക്ക് നിൽക്കുന്നത് എന്നുള്ളൊരു ചമ്മലം ഉണ്ടായിരുന്നു. പക്ഷെ നൈറ്റ് ആയിരുന്നതുകൊണ്ട് അങ്ങനെ അധികം എന്താ പറയുക സ്റ്റാഫും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ രാത്രി 8 മണിക്ക് എന്നെ സിസേറിയനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി. അപ്പം അവിടുത്തെ പ്രൊസീജിയറൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവർക്ക് പറഞ്ഞു തരേണ്ടതായിട്ട് വന്നില്ല, കാരണം ഞാൻ ചെന്നപ്പോൾ തന്നെ അനസ്തേഷ്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിഞ്ഞു കിടന്നു. അങ്ങനെ സ്പൈനൽ അനസ്തേഷ്യ ഒക്കെ തന്നിട്ട് പെട്ടെന്ന് തന്നെ ഡെലിവറി ആയി. നമുക്ക് പെട്ടെന്ന് കുട്ടീനെ കിട്ടും, പക്ഷേ നമുക്ക് ഈ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അതുപോലെ തന്നെ നമ്മളെ റിക്കവറിയിലൊക്കെ കിടത്തിയിട്ട് നമ്മളെ പുറത്തിറക്കുമ്പം ഒരു 2 മണിക്കൂറൊക്കെ എടുക്കുക കേട്ടോ. അപ്പം കുഞ്ഞിനെ കണ്ടു, അപ്പോൾ എന്നോടത്ത് പറഞ്ഞു ആൺകുട്ടിയാന്ന് പറഞ്ഞു. അപ്പം ആ ഒരു സമയത്ത് കുഞ്ഞിനെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിനെ സക്ഷൻ ചെയ്ത സമയത്ത് ഇവൻ ഈ പൈപ്പിൽ കയറി ഇങ്ങനെ ആ സക്ഷൻ ട്യൂബിൽ കയറി പിടിച്ചെന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഇവൻ ഇപ്പോഴേ പെൺപിള്ളേരുടെ കയ്യിലൊക്കെ കയറി പിടിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറും ചേച്ചിമാരും ഒക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ടെൻഷനും കാര്യങ്ങളും എല്ലാം പോയി. വേദനയൊന്നും അപ്പം സത്യം പറഞ്ഞാൽ വേദന ഒന്നും അറിയാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ, കാരണം ആ ഒരു സെഡേഷനിലാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ വേദന ഒന്നും അറിയാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മോനെയായിരുന്നു കേട്ടോ, ഞാൻ 2 ആഗ്രഹിച്ചിരുന്ന മോനെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു മോനെ കിട്ടി. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. അപ്പം കുഞ്ഞിച്ചിരി ആ ഒരു ഡെലിവറിയുടെ സമയത്ത് ഡെലിവറി ആയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ തല കുറച്ചിങ്ങനെ കംപ്രസ് ചെയ്തിട്ട് കുറച്ചിങ്ങനെ ഇങ്ങനെ ചളിങ്ങിയത് പോലാണ് ഇട്ടിരുന്നത്. അപ്പം തന്നെ അവർ അതങ്ങനെ ഉരുട്ടിയൊക്കെ എടുത്ത് ഓക്കെ ആക്കി സെറ്റൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൻ അങ്ങനെ NICയിലൊന്നും കിടത്തിയില്ല. നേരെ അവനെ ലേബർ റൂമിലോട്ട് കൊണ്ടുവന്നു. ലേബർ റൂമിൽ കുറച്ച് നേരം കിടത്തിയിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ തന്നു കേട്ടോ. അപ്പോൾ എന്നെ ഒരു സിസേറിയൻ കഴിഞ്ഞുകൊണ്ട് തന്നെ നേരെ നമ്മൾ SICUവിൽ കൊണ്ട് നമ്മളെ കിടത്തും. അപ്പം SICUവിൽ ഒരു ദിവസം നമ്മൾ 24 hours SICUവിൽ നമ്മൾ അവിടെ നമുക്ക് ഒബ്സർവേഷൻ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നേരെ ഒബ്സർവേഷനിലോട്ട് കൊണ്ടുപോയി. അപ്പം അവിടെ വന്നിട്ടാണ് കുഞ്ഞിനെ ഇവർ കുറച്ചുകൂടി വിശുദ്ധമായിട്ട് കാണുന്നത്. നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കുഞ്ഞുണ്ടായപ്പോൾ തന്നെ ചേട്ടൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ട് കാണിച്ചു. എന്നാലും പെട്ടെന്ന് അവരങ്ങ് കുഞ്ഞിനെ വാങ്ങിക്കുമല്ലോ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ SICUവിലെ എന്നെ ഒബ്സർവേഷനിൽ കിടത്തിയപ്പം എൻ്റെ അടുത്ത് തന്നെ കുഞ്ഞിനെയും കൊണ്ട് കിടത്തി. കാരണം അവന് വേറെ കുഴപ്പവും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ കൊണ്ട് കിടത്തി. അങ്ങനെ അവിടെ വെച്ച് കുഞ്ഞിനെ അമ്മയും ചേട്ടനും ഒക്കെ കുറേ നേരം എടുക്കുകയും മേടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ സൈഡ് വീഡിയോ ഫോട്ടോ ഒക്കെ കൊടുത്തേക്കാവേ. അപ്പം ആദ്യത്തെ കുഞ്ഞിൻ്റെ പേര് മാധവ് എന്നാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ വെച്ച് തന്നെ അവൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ എല്ലാം എഴുതി സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവന്റെ പേര് മാധവ് വിഷ്ണു എന്നാണ്. അങ്ങനെ ഒബ്സർവേഷനിൽ 24 hours എന്നെ കിടത്തി. അപ്പോൾ കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒബ്സർവേഷനിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ സിസേറിയന്റെ പെയിന് ചെറുതായിട്ട് നമ്മൾ അറിയാൻ തുടങ്ങും കേട്ടോ. ചെറുതായിട്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ അറിയാൻ തുടങ്ങും. ഈ ഒരു എന്താ പറയുക, നമ്മുടെ സെഡേഷൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ സിസേറിയന്റെ പെയിൻ അറിയാൻ തുടങ്ങും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ SICUവിൽ നിൽക്കുന്ന നഴ്സുമാരെ നമ്മൾ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം നൈറ്റിൽ എനിക്കൊന്ന് 2 പേരെന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ ഡെലിവറി കഴിഞ്ഞവർ മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മളെ യൂട്രസിന്റെ റിമൂവലൊക്കെ കഴിഞ്ഞവരും അങ്ങനെ പല സർജറീസ് കഴിഞ്ഞ OBG സംബന്ധിച്ചുള്ള പല സർജറീസ് കഴിഞ്ഞവരും ഈ ഒരു SICU ആ സമയം കാണും. അപ്പോൾ അവരെയൊക്കെ മാനേജ് ചെയ്യണം. അതിൻ്റെ കൂടെ കുഞ്ഞ് കരയുവാണെങ്കിൽ കുഞ്ഞിനെയും അവരെ എടുത്തുകൊണ്ടേ മാനേജ് ചെയ്യണം. അപ്പം ഞാൻ ഇന്ന സമയത്ത് ഞാൻ എന്നെ കിടത്തിയ സമയത്ത് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ ഭയങ്കര എന്താ പറയുക, എനിക്ക് കണ്ടിട്ട് തന്നെ ഒരു സങ്കടം തോന്നി കേട്ടോ. അവർ നമ്മളെ നോക്കണം, കുഞ്ഞിനെ നോക്കണം, അതിൻ്റെ കൂടെ മറ്റ് പേഷ്യൻസിനെ നോക്കണം, അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, അതിൻ്റെ കൂടെ എഴുതണം. അപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ടേബിളിൽ അവിടെ വെച്ച് ഇങ്ങനെ എഴുതി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഓർക്കും, നഴ്സുമാർക്ക് എന്തെല്ലാം പണികളാണല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യണം, കഷ്ടമുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സിസേറിയൻ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റിലെ നമ്മുടെ കാല് നിലത്തോട്ട് കുത്തുന്ന ആ ഒരു പെയിന്, അതിപ്പം ഞാൻ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു വേദന എനിക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത പെയിൻ തന്നെയാണ്. സിസേറിയൻ എന്ന് പറയുമ്പം ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ, നീ സിസേറിയൻ ചെയ്തതല്ലേ, അല്ലാതെ കുഞ്ഞിനെ പ്രസവിച്ചതൊന്നും അല്ലല്ലോ. എൻ്റെ അടുത്ത് ആകെ 1-2 പേരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അതിനുള്ള മറുപടി ഞാൻ അപ്പം തന്നെ കൊടുത്തു. കാരണം പ്രസവ വേദന അനുഭവിച്ചിട്ട് പ്രസവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സിസേറിയൻ ചെയ്യുന്നത്. അല്ലാതെ ഒരമ്മയും പറയുന്നില്ല എനിക്ക് പ്രസവിക്കേണ്ട, എന്നെ ആദ്യമേ അങ്ങ് സിസേറിയൻ ചെയ്തോ എന്ന് ഒരമ്മയും പറയത്തില്ല. കാരണം പ്രസവ വേദന പ്രസവിച്ച് തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കിട്ടുന്നത് തന്നെയാണ് എപ്പോഴും നമുക്ക് എല്ലാവർക്കും ആഗ്രഹം അത് തന്നെയാണ്. അപ്പം ആ ഒരു പ്രസവ വേദന അനുഭവിച്ച് അത് പറ്റാഞ്ഞിട്ടാണ് സിസേറിയൻ ചെയ്യുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അവരെ ഇങ്ങനെ നീ പ്രസവിച്ചതല്ലല്ലോ, നിനക്ക് കുഞ്ഞിനോട് സ്നേഹം വരത്തില്ല സിസേറിയൻ ചെയ്തത് കൊണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല. പ്രസവ വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന ഇല്ലെന്നല്ല, അത് നല്ല വേദനയുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ച ആ ഒരു സമയം കൊണ്ടും, അല്ലെങ്കിൽ നമ്മളെ പ്രസവിക്കുന്ന സമയം നമ്മളൊരു എന്താ പറയുക, നമ്മുടെ എല്ലുകളൊക്കെ ഒടിയുന്ന ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെയാണ്. അത് ഉള്ളത് പെയിൻ തന്നെയാണ്. പക്ഷെ ഒരു 2 ആഴ്ച 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം അത്രയും കൊണ്ട് നമുക്ക് ഒരു പ്രസവിച്ച വേദന നമുക്ക് മാറും. പക്ഷെ അതുപോലല്ല നമ്മൾ സിസേറിയൻ ചെയ്യുന്ന ഒരു പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ ആ ഒരു പെയിൻ. ഇപ്പം എൻ്റെ 2ാമത്തെ മോന് ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം 1.5 വയസ്സായി അവന്. അപ്പോൾ ഇത്രയും നാളായിട്ടും ഞാൻ 2ാമത്തെ ഡെലിവറിയുടെ ആ ഒരു പെയിൻ എനിക്ക് ഇപ്പോഴും ഉണ്ട്. മക്കളൊക്കെ കളിക്കുന്ന സമയത്ത് വയറിലൊക്കെ അറിയാതെ ചവിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര വേദനയാണ്. അതുപോലെ തന്നെ നടുവേദന, ഇതെല്ലാം നമുക്ക് എപ്പോഴും നമ്മുടെ കൂടപ്പറപ്പായിട്ട് സിസേറിയൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും നോർമൽ ഡെലിവറിയെ സിസേറിയനെ വെച്ച് കമ്പയർ ചെയ്യല്ല. കാരണം നോർമൽ ഡെലിവറി തന്നെയാണ് എപ്പോഴും നല്ലത്. പക്ഷേ സിസേറിയൻ ചെയ്യുന്നവർ വേദന അനുഭവിക്കാതല്ല കുഞ്ഞിനെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത്. പ്രസവിക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഉള്ളതിനെക്കാട്ടിലും ഒരുപാട് വേദനകൾ നമ്മൾ സിസേറിയൻ ചെയ്യുന്നവർ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിസേറിയൻ ചെയ്തിട്ടുള്ള അമ്മമാർക്ക് ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു സിസേറിയൻ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ നടക്കുന്ന ആ ഒരു സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. കാരണം അതേപോലെ പെയിൻ ആയിരിക്കും നമുക്ക്. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, മരിച്ചെടുത്തു എഴുന്നേറ്റ് വന്ന് നടക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ. കാരണം ഒരു മരം മുറിച്ച് എങ്ങനെയാണോ വിടുന്നത്, ഒരു മരം നടുവി, എൻ്റെ ഒരു എന്താ പറയുക ഇതിലിങ്ങനെയാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരം നടുവിന്ന് എങ്ങനെ മുറിച്ചിങ്ങനെ ഇട്ടേക്കുന്ന ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, നിവർന്ന് നിൽക്കാൻ എനിക്ക് പറ്റത്തേ ഇല്ലായിരുന്നു. നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല, എഴുന്നേക്കാൻ പറ്റത്തില്ല, ബാത്റൂമിൽ സമാധാനത്തോടെ ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല. ഇതെല്ലാം നമുക്ക് ആ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസം എങ്ങനെയായാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എൻ്റെ അമ്മയും
അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീട്ടുകാരും എന്നെ ഒരുപാട് നോക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും എന്നെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടുകാരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മയാണല്ലോ അതുപോലെ തന്നെ എന്നെ പിടിച്ചിട്ടൊക്കെ ആണെങ്കിൽ എന്നെ ഇങ്ങനെ എടുത്ത് വലിച്ച് പൊക്കിയിട്ടൊക്കെ എൻ്റെ അമ്മയുടെ കൈ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നീരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീർത്തൊക്കെ വന്നിട്ടുണ്ട്. കാരണം എനിക്ക് വണ്ണമുള്ള ആളാണല്ലോ ഞാൻ. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ അമ്മയുടെ കൈ നീരൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനെ നോക്കണം, അതിൻ്റെ കൂടെ എന്നെ കെയർ ചെയ്യണം. അപ്പം പെണ്ണുങ്ങളുടെ വാർഡായതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ പകൽ സമയത്ത് വരും, കോവിഡും കൂടെ ആയതുകൊണ്ട് ഒരുപാട് സമയം നിൽക്കാൻ പറ്റത്തില്ല. പകൽ സമയത്ത് വരും, ഞാൻ കുറച്ച് നേരം കൈയൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് അങ്ങ് പോകും. പിന്നെ വൈകുന്നേരം ഫുഡും കൊണ്ട് വരും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ സ്റ്റിച്ചിന് മരുന്നൊക്കെ വെച്ച് സ്റ്റിച്ചൊക്കെ കരിയാറായിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. എനിക്ക് എനിക്ക് തോന്നുന്നു ആ വാർഡിൽ കിടന്നവരെക്കാട്ടി കൂടുതൽ വേദന എനിക്കായിരുന്നു. ഞാൻ ഭയങ്കര വേദന സഹിക്കുന്ന ഒരാളാണ്, എന്നാലും എനിക്കതൊരു ഭയങ്കര വേദനയായിട്ടാണ് കേട്ടോ തോന്നിയത്. നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പം പെയിൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ 28 ആയ സമയമായപ്പോഴത്തേനും ഞാൻ അത്യാവശ്യം നടക്കാനൊക്കെ തുടങ്ങി കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഇരിക്കാനും നടക്കാനും ബാത്റൂമിലൊക്കെ പോകാനും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അതിന് മുമ്പ് വരെ എനിക്കങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ ഏകദേശം 4-5 ദിവസം കിടന്നു തോന്നുന്നു കേട്ടോ. അങ്ങനെ 5 ദിവസം കിടന്നു. അങ്ങനെ കുഞ്ഞിനും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ലാത്തത് കൊണ്ട് 5ാമത്തെ ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴാണെങ്കിലും എൻ്റെ വീട്ടുകാരെന്നെ ഭയങ്കര, ഞാൻ എപ്പോഴും പറയും, നമ്മുടെ അമ്മമാർ നമ്മൾ നോക്കുന്ന പോലെ വേറെ ആരും നമ്മളെ നോക്കത്തില്ല. അത് ഉള്ള കാര്യം തന്നെയാണ്. എൻ്റെ ഈ 2 ഡെലിവറിയിൽ, എനിക്ക് മൂത്ത മോനെ ആണെങ്കിലും 2ാമത്തെ മോനെ ആണെങ്കിലും എൻ്റെ 2 ഡെലിവറിയിലും എൻ്റെ അമ്മ എന്നെ പൊന്നുപോലാണ് കേട്ടോ നോക്കിയത്. അമ്മ മാത്രമല്ല, അമ്മയുടെ അമ്മയുണ്ടായിരുന്നു, എൻ്റെ പേരമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാവരും എന്നെ പൊന്നുപോലെ കൊണ്ടു നടന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ, അതായത് നമ്മുടെ പാർട്ട്ണറുടെ സപ്പോർട്ട് നമുക്കില്ലെങ്കിൽ നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആയി പോകട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. എൻ്റെ വീട്ടിലാണെങ്കിൽ, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഡെലിവറി, 2 ഡെലിവറിയും ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ വീട്ടുകാർ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. രാത്രിയിലാണെങ്കിലും അമ്മ കുഞ്ഞിനെ നോക്കും. അല്ല, അമ്മയ്ക്ക് പേടിയായിരുന്നു എൻ്റെ അടുത്ത് കുഞ്ഞിനെ കിടത്താൻ. കാരണം ഞാൻ കട്ടിൽ കണ്ട ശവം പോലെ കിടന്നുറങ്ങുന്ന ഞാനാണ്. അപ്പോൾ ആ ഒരു ഞാൻ ഇപ്പോൾ ഉറക്കമേ പകലൊന്നും അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്ത്, കുഞ്ഞ് ഉണരുന്നതുകൊണ്ട് അങ്ങനെ ഉറക്കം കുറവല്ലേ ആ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുടെ കൂട്ടത്തിലായിരുന്നു കേട്ടോ കുഞ്ഞിനെ കിടത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ അടുത്ത് പാല് കൊടുക്കും ഞാൻ, അത് കഴിഞ്ഞിട്ട് അമ്മയെ എടുത്തുകൊണ്ട് കിടത്തും. കാരണം ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഇനി കുഞ്ഞിൻ്റെ മേളിലോട്ടെങ്ങാനും വീഴുവോ എന്നുള്ളൊരു പേടിയൊക്കെ കാരണം അമ്മയുടെ അടുത്തായിരുന്നു അമ്മ കുഞ്ഞിനെ കിടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുഞ്ഞിനൊരു 4-5 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് സപ്ലൈ എക്സാം വന്നത്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ എക്സാം എനിക്ക് എഴുതാൻ പറ്റാഞ്ഞോടെ ഞാൻ സപ്ലൈ എക്സാമാണ് എഴുതിയത്. അപ്പോൾ അങ്ങനെ സപ്ലൈ എക്സാം ഒക്കെ എഴുതി ഞാൻ പാസ്സായി. അപ്പോൾ കുഞ്ഞിന് 1 വയസ്സൊക്കെ ആകുന്ന സമയത്തായിരുന്നു കേട്ടോ ആ ഒരു എക്സാമിൻ്റെ പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാക്ടിക്കലും കോവിഡ് ആയതുകൊണ്ട് കുറച്ച് ഇങ്ങനെ നീണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ എൻ്റെ മോന് 1 വയസ്സായത്. അപ്പോൾ 1 വയസ്സ് പ്രോഗ്രാം ഫംഗ്ഷനും ബർത്ത്ഡേ ഫംഗ്ഷനും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ കസിൻ്റെ ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ജയ്പൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, രാജസ്ഥാനിൽ. അവിടെയൊക്കെ പോയി, അവിടെ എല്ലാം പോയിട്ട് വന്നു. പിന്നെ ഞങ്ങൾ ലുലു മാളിലൊക്കെ പോയിട്ട് ആ റൈഡയിൽ ഇങ്ങനെ മറ്റേ തലകുത്തി കറങ്ങുന്ന റൈഡയിലൊക്കെ കയറി കറങ്ങി. പിന്നെ പൈനാപ്പിൾ ജ്യൂസ്, ഞാൻ ഇതുവരെയും എനിക്ക് ഇഷ്ടമല്ലാത്ത പൈനാപ്പിൾ ജ്യൂസാണ്, പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ ഞാൻ ചെയ്യാത്ത പണികളില്ല. കാരണം 1 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ പുറകെ ഓടേണ്ട ഓട്ടം എല്ലാ അമ്മമാർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം അവൻ്റെ പുറകെയുള്ള ഓട്ടം, അതേപോലെ തന്നെ വീട്ടിലെ പണികൾ, അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ റെസ്റ്റ് ഒന്നും അങ്ങനെ അധികം എന്നുവെച്ചാൽ ഒരു ഡെലിവറി കഴിഞ്ഞ സമയത്ത് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ. വണ്ണമൊക്കെ എൻ്റെ കുറഞ്ഞു. അപ്പം ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു ബ്ലഡ് കുറവിൻ്റെ, അല്ലെങ്കിൽ അതും പിന്നെ കുഞ്ഞ് പാല് കുടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ എന്തെങ്കിലും സ്കാൻ ചെയ്ത് നോക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ജയ്പൂർ ആ ഒരു സമയത്താണ് കേട്ടോ പോയത്. അപ്പോൾ ജയ്പൂരൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ നിന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കാർഡിൽ പോസിറ്റീവ് കാണിച്ചെങ്കിൽ അതങ്ങനെ ലൈറ്റ് ആയിട്ടുള്ളൊരു വരയായിരുന്നു കേട്ടോ. അപ്പോഴേ എനിക്ക് ഡൗട്ടായിരുന്നു ഇനിയും പോസിറ്റീവ് തന്നെയാണോ എന്ന്. കാരണം ഞാൻ ഒട്ടും അക്സെപ്റ്റ് ചെയ്തൊരു സമയത്തല്ല ഞാൻ ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകും എന്ന് വിചാരിച്ചില്ല. അത് മാത്രമല്ല ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത്. അപ്പം ഞാൻ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടാണ്, എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടെല്ലാം കൊടുത്തിട്ട് ഇന്റേൺഷിപ്പിനൊക്കെ പോകാനിരുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ്. അപ്പോൾ ഞാൻ എന്താ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷമുണ്ട്. പക്ഷെ എൻ്റെ ഒരു ജീവിതമേ മാറി മറിഞ്ഞൊരു ഇതായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഒരുപാട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ജോലിക്ക് പോകാം, അല്ലെങ്കിൽ മോനിപ്പോൾ ഇത്ര ഒരു വയസ്സായില്ലേ അവന് ജോലിക്ക് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സമയത്താണ് ഇപ്പോൾ രണ്ടാമത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. ഞാൻ എപ്പോഴും പറയും, എനിക്ക് എന്താ പറയുക, മനസ്സുകൊണ്ട് ഇഷ്ടമാണ്, പക്ഷെ എന്നാലും എൻ്റെ ആ ഒരു ഞാൻ വിചാരിച്ച പോലെ അല്ലോ നടന്നതെന്നുള്ള ഒരു സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞു, നീ അങ്ങനൊന്നും വിചാരിക്കരുത്, കുഞ്ഞുങ്ങളില്ലാതെ എത്രയോ പേര് വിഷമിക്കുന്നുണ്ട്, അപ്പം നിനക്ക് 2 മക്കളെ കിട്ടിയല്ലോ, അല്ലെങ്കിൽ രണ്ടാമതൊരു കുഞ്ഞ് പെട്ടെന്നായില്ല, അത് തന്നെ വലിയ കാര്യം, ഇനി 2 പേരും ഒരുപോലെ വളർന്നു പൊക്കോളും എന്നൊക്കെ പറഞ്ഞു. ഒരുപോലെ വളർന്നു പൊക്കോളും, പക്ഷെ രണ്ടുകൂടെ ഭയങ്കര അടിയായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു സമയത്ത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെ ചെക്കപ്പിന് പോയി കേട്ടോ. അപ്പം ചെക്കപ്പിന് പോയ സമയത്താണ് ഞങ്ങൾ വണ്ടടിച്ചു പോയത്. കാരണം ഞങ്ങൾ ചെക്കപ്പിന് പോയപ്പം ടെസ്റ്റ് നോക്കിയപ്പം 11 ആഴ്ചയും അതുപോലെ തന്നെ 4-5 ദിവസം കൂടെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 3 മാസം ആയി, കുഞ്ഞിന് 3 മാസം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇറഗുലർ പീരീഡ്സും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട്, സിസേറിയൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് റെഗുലറായിട്ട് പീരീഡ്സ് ഒന്നും കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം 3 മാസം ആയെന്ന് തന്നെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ജയ്പൂര് പോയി, അത്രയും ട്രാവൽ ചെയ്തു, അതുപോലെ തന്നെ ഞാൻ ചെയ്യാത്ത പണികളില്ല, കുഞ്ഞിന് പാൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അതിനിടയ്ക്ക് ഒരു പ്രഗ്നൻസി, ഒരു ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, ദൈവം അനുഗ്രഹിച്ച്. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലായിരുന്നു. എനിക്ക് 2 പ്രഗ്നൻസിയിലും ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു സെക്കൻഡ് പ്രഗ്നൻസി ആണ് കേട്ടോ. കാരണം പെട്ടെന്ന് 3 മാസം കഴിഞ്ഞു പോയി, പിന്നെ ഇനിയും ഒരു 6 മാസം കൂടെ ഉള്ളായിരുന്നല്ലോ, പെട്ടെന്ന് അത് തന്നെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പം കുഞ്ഞ് പാൽ കുടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ്റെ പാലുകൂടി അവൻ തന്നെ കൺട്രോൾ ചെയ്ത് അവൻ തന്നെ പാലുകൂടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ രണ്ടാമത്തെ മോനും ഫസ്റ്റ് CS ആയതുകൊണ്ട് തന്നെ, സിസേറിയൻ ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ എന്തായാലും സിസേറിയൻ തന്നെയാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ച കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു ഡോക്ടർ ഡേറ്റ് പറഞ്ഞു. ആ ഒരു ഡേറ്റിൽ നമ്മൾ പോയി സിസേറിയൻ ചെയ്തു. അപ്പം അതിൻ്റെ കൂടെ ഞാൻ സ്റ്റെറിലൈസേഷനും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡെലിവറി നിർത്തുന്ന ആ ഒരു പ്രൊസീജിയറാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെറിലൈസേഷൻ കൂടെ ചെയ്തുകൊണ്ട് ആ രണ്ടാമത്തെ ഡെലിവറി എനിക്ക് കുറച്ചുകൂടെ പെയിൻഫുൾ ആയിരുന്നു കേട്ടോ. ഈ ഫസ്റ്റ് ഡെലിവറി പെയിൻഫുൾ ആയിരുന്നു, അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടെ കൂടുതൽ പെയിൻഫുൾ ആയിരുന്നു രണ്ടാമത്തെ ഡെലിവറി. കാരണം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ പെയിൻ നമുക്ക് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആ ഒരു സമയത്ത്, അപ്പോൾ ആ ഒരു സമയത്ത് കോവിഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ ഒരു 1.5 വർഷം മുമ്പത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ആ ഒരു പെയിനാണ് കേട്ടോ എനിക്ക് ഇപ്പോഴും. നമ്മൾ കുഞ്ഞുങ്ങൾ കളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ എൻ്റെ മണ്ടയ്ക്കൊക്കെ കയറി ഇരുന്ന് ഇങ്ങനെ കളിക്കുന്ന സമയത്തൊക്കെ എനിക്ക് വയറിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് കുഞ്ഞിനെ കിട്ടി, അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല ആരോഗ്യവാനായിട്ടൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് അന്നേരം കിട്ടി കേട്ടോ. അപ്പം ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു പറഞ്ഞാൽ, നമ്മൾ 3 മാസം അറിയാതെ പോയില്ലോ, നമ്മൾ ആ 3 മാസം കഴിക്കേണ്ട മരുന്നും അല്ലെങ്കിൽ അയണും കാൽസ്യവും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ആ ഒരു കെയറും കാര്യങ്ങളും ഒന്നും അവന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുഞ്ഞിനുണ്ടാകുമോ എന്നുള്ള ടെൻഷനൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞു ചെറുക്കനെയും കൂടെ തന്നു. അങ്ങനെ 2 ചെറുക്കന്മാരാണ് കേട്ടോ എനിക്ക്. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന കേട്ടോ. അപ്പം രണ്ടാമത്തെ ആളുടെ പേര് വസുദേവ് എന്നാണ്, വസുദേവ് വിഷ്ണു. മൂത്ത ആളുടെ പേര് മാധവ് വിഷ്ണു. മൂത്ത ആളെ ഞങ്ങളെ മാധു എന്ന് വിളിക്കും, രണ്ടാമത്തെ ആളെ ഞങ്ങൾ അല്ലു എന്ന് വിളിക്കും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് നമ്മുടെ വൈഫിന് എന്താ പറയാ, എത്രത്തോളം മാക്സിമം കെയർ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കെയർ കൊടുക്കാൻ നോക്കുക. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ആണെങ്കിലും എൻ്റെ വീട്ടുകാരാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, എന്നെ നല്ല രീതിയിൽ തന്നെ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ടെൻഷൻ കൊള്ളുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ തന്നെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാലും സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമുക്ക് എൻ്റെ ദേഷ്യങ്ങൾ ഞാൻ തീർത്തിരുന്നത് മൊത്തം എൻ്റെ അമ്മയുടെ അടുത്താണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞേ, നമ്മുടെ അമ്മമാരെ പോലെ ഒരാൾക്ക് നമ്മളെ നോക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇപ്പം ഇങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മൂത്ത മോനെ ഇപ്പം പ്ലേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, രണ്ടാമത്തെ മോന് 1.5 വയസ്സ് ആയി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈ 2 പേരെയും കൂടി ഇനി സ്കൂളിലൊക്കെ വിട്ട് ഒന്ന് സെറ്റായിട്ട് വേണം എനിക്ക് ഒരു ജോലിക്കൊക്കെ പോകാൻ. കാരണം മക്കളെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടും, പിന്നെ നമ്മൾ മക്കളെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയല്ല. മക്കളൊക്കെ ഇച്ചിരി വലുതായി കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2 പേരും ഒരുമിച്ച് അങ്ങ് വളർന്നോളും എന്ന് പറയുന്ന പോലെ ഇപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ എൻ്റെതായിട്ടുള്ളൊരു സമയം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടം തോന്നുന്നതും എനിക്ക് എൻ്റെതായിട്ടുള്ള സമയം കിട്ടുന്നതും എനിക്ക് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടാണ് കേട്ടോ. കാരണം മൂത്ത മോൻ സ്കൂളിൽ പോകും, പിന്നെ രണ്ടാമത്തെ മോനുള്ള അവൻ കുറച്ചിങ്ങനെ അമ്മ മോനാണ് കേട്ടോ. എൻ്റെ കീഴയിൽ നിന്ന് മാറാതെ എൻ്റെ പുറകെ തന്നെ നടക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ ഒരു 2 മിനിറ്റ് കണ്ടില്ലെങ്കിലും ഭയങ്കര ബഹളമായിരിക്കും. അതുകൊണ്ട് അവനെ നമുക്ക് മാറ്റി നിർത്തിയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനെ കൂടെ തന്നെ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ കൂടെ തന്നെ ഇവിടെ താഴെ നിൽപ്പുണ്ട് കേട്ടോ ആള്. അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ തന്നെ നിർത്തിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഞാനിടുന്ന ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എല്ലാം മക്കളെ അതിനകത്ത് ചിലപ്പം കാണാനൊക്കെ പറ്റും. കാരണം മക്കളും കൂടെ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്.
അങ്ങനെ ഈ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഒരു ഡെലിവറി സ്റ്റോറി പറയാൻ വന്ന ഞാനാണ് ഇപ്പം എൻ്റെ 2 ഡെലിവറി സ്റ്റോറി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഡെലിവറിയിൽ എനിക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി. എൻ്റെ ഫസ്റ്റ് ഡെലിവറിയാണ് എനിക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. പിന്നെ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ 2ാമത്തെ ഡെലിവറിയും കൂടെ ഞാനങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു സ്റ്റോറിയും കൂടെ. അപ്പോൾ ഇത് എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഉറപ്പായിട്ട് ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ടാറ്റാ.